വെറും അലമാരയല്ല, 30 വർഷം പഴക്കമുള്ള അലമാരയാണ് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്നത്. യെസ് ഗൈസ്, വെൽക്കം ടു പാർട്ട് 2 ഓഫ് മൈ റൂം മേക്ക് ഓവർ. ഞാൻ ഈ പെയിൻറ്റ് മാറ്റുന്നതിന് മുമ്പ് അതിൻ്റെ മേലെയുള്ള സ്റ്റിക്കർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ പഴയ അലമാരക്കും ആ സ്റ്റിക്കർ ഉണ്ട്. അത് ഭയങ്കര ഒരു ബോറായിട്ടുള്ള സ്റ്റിക്കറാണ്. അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്യാൻ കുറേ ട്രൈ ചെയ്തു, റിമൂവ് ആവുന്നേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഡ്രയറും അതുപോലെ തന്നെ കോളിനൊക്കെ ഇട്ട് ലാസ്റ്റ് ഹാൻഡ് വാഷൊക്കെ ഇട്ട് ഉരച്ചതിന് ശേഷമാണ് ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നത്. ആക്ച്വലി അൽമാര മോഡിഫൈ ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു ആ സ്റ്റിക്കർ റിമൂവ് ചെയ്യുന്നത്. ദെൻ നമ്മൾ അൽമാരൻ്റെ പൊടിയെല്ലാം നന്നായിട്ട് തുടച്ച് കളയണം ഗൈസ്. ഈ അൽമാരൻ്റെ കോലം കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇതിൽ കുറേ പരീക്ഷണങ്ങൾ നടത്തിയതാണെന്നല്ലേ. അതെ ഗൈസ്, ആദ്യം അൽമാരയുടെ കളർ പച്ചയായിരുന്നു. ആ പച്ചയുടെ മേലെ ഞാൻ യെല്ലോ ഇട്ടിട്ട് സ്ട്രൈപ്പ് പോലെ ഡിസൈൻ ആക്കി. പിന്നെ ഞാൻ ഓറഞ്ച് കളർ അടിച്ചു. ഇപ്പം എനിക്ക് വേറൊരു കളർ അടിക്കാൻ തോന്നി. കളറൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പം ഞാൻ നിലത്തും അതുപോലെ തന്നെ ഗ്ലാസ്സിനൊക്കെ ഫുൾ പേപ്പർ വെച്ച് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട്. ബർജറിൻ്റെ ഈ പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കളറ് കണ്ടാൽ നല്ല പച്ച കളറാണ് ഗൈസ് ഞാൻ അടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കൈയൊക്കെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല ഗ്ലൗസൊക്കെ ഇട്ട് സെക്യൂർ ആക്കി വെക്കുന്നുണ്ട്. ഞാൻ ഈ പണി ഇന്നും എന്തെങ്കിലും തുടങ്ങിയതല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ അലമാരി വാങ്ങുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം പുതിയ അലമാരി വാങ്ങി എനിക്കിങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് പരീക്ഷണം ചെയ്യാൻ പറ്റില്ലല്ലോ. വീട്ടുകാർ എന്നെ വെച്ചേക്കുമോ? നോ വേ. അപ്പോൾ ഞാൻ വെച്ച് പഴയ അലമാരി തന്നെ നെക്സ്റ്റ് പരീക്ഷണമാവാന്ന്. ഞാനിപ്പോൾ സാധാരണ പെയിൻറ്റാണ് അടിക്കുന്നത്, ലൈക്ക് നമ്മളെ വാളിലൊക്കെ അടിക്കുന്ന പെയിൻറ്റ്. ബട്ട് ആക്ച്വലി അൽമാരൊക്കെ അടിക്കുന്നത് എനാമൽ കൈൻഡ് ഓഫ് അങ്ങനത്തെ എന്തോ ഒരു പെയിൻറ്റാണ് അടിക്കുക. പക്ഷേ ഞാൻ ഫസ്റ്റ് തൊട്ടേ ഞാൻ ഇങ്ങനത്തെ പെയിൻറ്റ് അടിച്ചടിച്ച് ആ ഒരു കോട്ട് ഓഫ് ഇതാണുള്ളത് ഈ അൽമാരക്ക്. അപ്പോൾ ഇനി എനാമൽ അടിച്ചാൽ സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സാധാരണ പെയിൻറ്റ് വാങ്ങി അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലിങ്ങനെ ട്രൈ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇതിലാവണമെന്നുണ്ടെങ്കിൽ എനാമൽ അടിക്കുന്ന കേട്ടോ നല്ലത്. എനിക്ക് കുറച്ച് ടെക്സ്ചേർഡ് ആയിട്ട് ആ ഒരു ബ്രഷിൻ്റെ കലയൊക്കെ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ ഒക്കെ അങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ പിന്നെയും ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് കോട്ട് പെർഫെക്റ്റായി ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ടും അടിച്ചിട്ടുണ്ടായിരുന്നേ. 2 കോട്ട് കൊണ്ട് എനിക്ക് സംഭവം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നേ. ഫൈനൽ റിസൾട്ട് കാണണ്ടേ ഗൈസ്. ഇതാണ് ഗൈസ് ഫൈനൽ റിസൾട്ട്. നല്ല സൂപ്പറായി വന്നിട്ടുണ്ടായിരുന്നേ. കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ അടിച്ചു വന്നപ്പോൾ കുറച്ച് ലൈറ്റായിപ്പോയി. സാരമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. പാർട്ട് 3 മേക്ക് ഓവർ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.